പാലയിൽ യുവാക്കളെ ഇടിച്ചിട്ടതിന് ശേഷം അടിയിൽ കുടുങ്ങിയ സ്കൂട്ടറുമായി ലോറി കടന്നു കളയുന്നതിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുകയാണ്. അപകടം നടന്നതിന്റെ സമീപമുള്ള വീടിന് മുകളിൽ നിന്ന് യുവാവ് പകർത്തിയ ദൃശ്യങ്ങളാണിത്. അതേസമയം ലോറി ഡ്രൈവറെ പിടികൂടാൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അടൂർ സ്വദേശി അച്യുതനാണ് ലോറി ഓടിച്ചിരുന്നത്. സ്കൂട്ടറുമായി ലോറി 8 കിലോമീറ്ററോളം സഞ്ചരിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. ഷിനോ ജസ്റ്റിയാണ് വിവരങ്ങളുമായി. ഷിനോജി, സ്കൂട്ടറിനെ ഇടിച്ച സ്ഥലത്തു നിന്നുള്ള ദൃശ്യമാണോ ഇത്? കഴിഞ്ഞ ദിവസം മൈനാഗപ്പള്ളിയിൽ ഇടിച്ചിട്ടതിന് ശേഷം ഒരു സ്ത്രീയുടെ പുറത്തുകൂടി വാഹനം കയറ്റിപ്പോകുന്നതിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ ലോറി ഡ്രൈവർക്ക് കാണാതെ അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന് തോന്നുന്നില്ല ഈ ദൃശ്യം കണ്ടിട്ട്? രതീഷ, ഒരിക്കലും ഇത് കാണാതെ പോയതല്ല. മാത്രമല്ല, ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. സമീപം ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഈ ഡ്രൈവറോട് വാഹനം നിർത്താൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ 8 കിലോമീറ്ററോളം ദൂരം ഈ സ്കൂട്ടർ ഇങ്ങനെ ഈ ലോറിയിൽ കണക്ട് ആയിട്ട് ഇത്ര 8 കിലോമീറ്ററോളം റോഡിലൂടെ ഉരസിക്കൊണ്ട് പോകുമ്പോൾ തീപ്പൊരി പലയിടത്തും വരുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ റോഡിലുണ്ടായിരുന്ന നാട്ടുകാരൊക്കെ ഇദ്ദേഹത്തോട് വാഹനം നിർത്താൻ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴൊന്നും വാഹനം നിർത്താതെയാണ് ഈ അടൂർ സ്വദേശിയായ അച്യുതൻ വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇദ്ദേഹം മദ്യലഹരിയിലായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഏറെക്കുറെ വ്യക്തത വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി 11:30ക്കാണ് പാലാ ബൈപ്പാസിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഈ അപകടമുണ്ടായ സ്ഥലത്തെ ദൃശ്യങ്ങളാണോ നമ്മൾ കാണുന്നത്, അതോ ഈ ലോറി 8 കിലോമീറ്ററോളം ദൂരം പോയല്ലോ അതിനിടയിലുള്ള ദൃശ്യങ്ങളാണോ ഇത്? അപകടമുണ്ടായ സ്ഥലത്തുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനുശേഷം ഈ രണ്ടുപേരെ ഇടിച്ചതിന് ശേഷം ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ആദ്യം ഈ രണ്ടുപേര്, അതായത് അലൻ കുര്യൻ, നോബി എന്നിവരെ ഇടിച്ചിട്ട ശേഷമാണ് ഈ ടോറസ് ലോറി നിർത്താതെ പോകുന്നത്. ആ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. അതായത് പാലാ ബൈപ്പാസിൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ KM മാണി സാറിന്റെ ഒക്കെ വീടിന് സമീപമുള്ള പാലാ ബൈപ്പാസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഈ നിർത്താതെ പോയ ലോറി ചടിയിൽ സ്കൂട്ടർ കുരുങ്ങുകയായിരുന്നു. എറണാകുളം റൂട്ടിൽ മരങ്ങാട്ട് പള്ളി വരെ ഈ ലോറി ഇങ്ങനെ പോയി എന്നതാണ് ഏറ്റവും പ്രധാനമായും കാര്യം. പ്രത്യേകിച്ച് രാത്രി സമയമായിരുന്നു. മറ്റ് അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സമയമായിരുന്നു. 8 കിലോമീറ്ററോളം ദൂരം ഇത്തരത്തിൽ ഈ വാഹനം മുന്നോട്ട് പോവുകയായിരുന്നു. ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്ന് മദ്യക്കുപ്പികളും അതുപോലെ തന്നെ ഈ ഡ്രൈവറുടെ ഛർദിൽ ഉൾപ്പെടെയൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം മദ്യപിച്ചുകൊണ്ടായിരുന്നു വാഹനം ഓടിച്ചതെന്ന് സംബന്ധിച്ച് ഏറെക്കുറെ വ്യക്തത പോലീസിന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും റോഡിൽ ഉരങ്ങിയ സ്കൂട്ടർ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഡ്രൈവർ വാഹനം ഓടിച്ചിരുന്ന അടൂർ സ്വദേശിയായിട്ടുള്ള അച്യുതന് വേണ്ടി ഡ്രൈവർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഈ അപകടം ഉണ്ടായതിനു ശേഷം ഈ പരിക്കേറ്റവർ അവർ പോലീസുമായി സംസാരിച്ചു. അവരുടെ പരിക്കിപ്പോൾ എങ്ങനെയുണ്ട്? അവർ ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് പറയുന്നുണ്ടോ? ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നോ? പ്രതീക്ഷ, അലൻ കുര്യൻ, ഈ രണ്ടുപേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേൽക്കുന്നത്. മേവട സ്വദേശിയായിട്ടുള്ള അലൻ കുര്യനും അതുപോലെ തന്നെ നോബി. ഈ അലൻ കുര്യന്റെ പിതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ സംസ്കാര ശുശ്രൂഷ ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് നടന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ അലൻ കുര്യന് കുറച്ച് പണം ഒക്കെ ശേഖരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പണമൊക്കെ ശേഖരിച്ച് രാത്രി ഇവർ ഈ പാലാ ബൈപ്പാസിൽ അലൻ കുര്യനും സുഹൃത്തായ നോബിയുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇവർക്കൊപ്പം ഇവരുടെ സ്കൂട്ടറും സമീപത്തുണ്ടായിരുന്നു. ഈ സമയത്താണ് ഈ ലോറി ഇവരുടെ ദേഹത്തെ വന്ന് ഇടിക്കുന്നത്. ഒപ്പം ഈ സ്കൂട്ടർ, ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഈ സ്കൂട്ടർ ഈ ലോറിക്കടിയിലേക്ക് കുടുങ്ങുകയായിരുന്നു. ആ സമയത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വീടിന് സമീപം ഉണ്ടായിരുന്ന ഒരു യുവാവ് അവരുടെ വീടിന് മുകളിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ സമയത്ത് തന്നെ ഈ നാട്ടുകാർ ചിലർ അവിടെ ഉണ്ടായിരുന്നു. അവർ ഈ വാഹനം നിർത്താൻ ഡ്രൈവറോട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഡ്രൈവർ ഇതൊന്നും കേൾക്കാതെ വാഹനം മുന്നോട്ടെടുത്ത് പോവുകയായിരുന്നു. എന്തായാലും 8 കിലോമീറ്ററോളം ദൂരം ഈ സ്കൂട്ടറുമായി ഈ ലോറി മുന്നോട്ട് പോയി. ഏകദേശം മരങ്ങാട്ട് പള്ളി വരെ, അതായത് പാലായിൽ നിന്ന് മരങ്ങാട്ട് പള്ളി വരെ എന്ന് പറയുമ്പോൾ ഏകദേശം 8 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. അത്രത്തോളം ദൂരം ഇദ്ദേഹം ഈ സ്കൂട്ടറുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇത്തരത്തിൽ സ്കൂട്ടറുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ സ്കൂട്ടർ റോഡിൽ ഉരസി പലയിടത്തും തീപ്പൊരി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ റോഡിൽ നിന്ന് ആളുകളൊക്കെ തന്നെ ഇദ്ദേഹത്തോട് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു. പക്ഷേ വണ്ടി നിർത്താൻ ഈ ഡ്രൈവർ തയ്യാറായില്ല. അങ്ങനെ 8 കിലോമീറ്ററോളം ദൂരം പോയി ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് അവസാനം ഈ വാഹനം നിർത്തിയത്. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി ഇയാൾ ഓടുകയായിരുന്നു. ഈ വാഹനം ഓടിച്ച അടൂർ സ്വദേശിയായിട്ടുള്ള അച്യുതനെ പിടികൂടാൻ ഇദ്ദേഹത്തിന് ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഉടൻ തന്നെ പിടിയിലാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. ഈ രണ്ടുപേരുടെയും പരിക്ക് എങ്ങനെയുണ്ട്? രണ്ടുപേരുടെയും പരിക്ക്, ഒരാൾക്ക് കാലിനും മറ്റൊരാൾക്ക് തോളിനുമാണ് പരിക്കേറ്റിട്ടുള്ളത്. രണ്ടുപേരുടെ അടിയന്തരമായി ശസ്ത്രക്രിയ ഇന്ന് ചെറുപ്പുങ്കലുള്ള സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ കാര്യങ്ങൾ ഒക്കെയാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ
വലിയ രീതിയിലുള്ള ഗുരുതരമായ പരിക്ക് തന്നെയാണ് രണ്ടുപേർക്കും ഉണ്ടായത്. പക്ഷേ നിലവിൽ കാര്യങ്ങൾ കുഴപ്പമില്ല, ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ നോബിയുടെ അമ്മയിൽ നിന്നൊക്കെ ലഭ്യമാകുന്ന വിവരം. ശരി, പാലയിലാണ് ടോറസ് ലോറി സ്കൂട്ടറിൽ ഇടിച്ച് 8 കിലോമീറ്ററോളം ദൂരം പോയത്. സ്കൂട്ടർ മനഃപൂർവ്വം ഇടിച്ച് കൊണ്ടുപോവുകയായിരുന്നു എന്ന സംശയമുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പലരും വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും വാഹനം നിർത്തുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഒരു പോസ്റ്റിൽ ഇടിച്ച് ടോറസ് ലോറി നിൽക്കുകയായിരുന്നുവെന്നാണ് ഷിനോജ് നൽകുന്ന വിവരം.